ഒരുപാട് മുത്തശ്ശി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലൊരു മുത്തശ്ശി കഥയിലെ ചില രഹസ്യങ്ങൾ തേടി പോകുന്ന 3-4 ചങ്ങാതികളെയാണ് നമ്മൾ ഈ കഥയിൽ പരിചയപ്പെടുന്നത്. ചങ്ങാതിക്കൂട്ടം. ഒരു മുത്തശ്ശി പറഞ്ഞിട്ട് ഒരു കഥ കേട്ടിട്ടില്ലേ, നിധി തേടി പോകുന്ന കുറേ രാജാക്കന്മാരുടെ കഥ? അതേപോലെ നിധി തേടി പോകുന്ന 3-4 കൂട്ടുകാരുടെ കഥയാണിത്. നമുക്കവരെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ, ഇവരാണ് നമ്മുടെ കഥയിലെ രാജാക്കന്മാർ. ഇവരുടെ കഥയാണിത്. വരൂ, നമുക്ക് നിധി തേടി പോകാം. നമ്മുടെ സ്വപ്നമല്ല. നടക്കാനുണ്ട്. കിട്ടിയ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. എത്ര കഷ്ടപ്പെട്ടായാലും ആ കാടിനോട് ഫുള്ള് മുഴുവൻ ആ പശു ഒറ്റ അടി വെച്ചു. നമ്മളിപ്പോ അങ്ങോട്ട് പോവാ. അവള് രണ്ടിന് പോകണം. ആദ്യം നിധി, എന്നിട്ട് ബാക്കി നീ വാടാ. ആദ്യം നിധി ഇത് എന്ത് നടക്കാണെന്ന് പറഞ്ഞു. അതാ ഞാൻ എവിടെയായാലും കണ്ടുപിടിച്ചത്. ഇത് കടന്നു വേണം പോവാൻ. അതിലല്ല, നമുക്ക് വേറെ വഴി കൂടെ പോവാം. ചക്ക എന്നിട്ട് മാങ്ങ ഇതായില്ലേ? ആ അതല്ല മാങ്ങ. നീ പേടിക്കുന്നുണ്ട്, അവിടെ പാമ്പൊന്നുമില്ല. നിധിയാ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട നിധി. ചെരുപ്പ് പോടാ. പേടിക്കണ്ട. നെൽവയലും പോയി, ഇപ്പൊ ഒന്നുമില്ല. സൂക്ഷിച്ച് നടക്കടാ. നമ്മള് പണ്ട് ആ മുത്തശ്ശി പറഞ്ഞു പോലത്തെ പാമ്പുണ്ടെന്നൊക്കെയാ പറയുന്നത്. നമുക്ക് നിധിയാണ് വേണ്ടത്. അവിടെ മുള്ളുണ്ടോ? ചോരയുണ്ടോ? നശിപ്പിച്ചു. ആ വീട് പിന്നെ വലിപ്പം നമ്മളെ കാടെത്താനായ. ഇനി പുഴ കടന്നു പോയാല് നമ്മളെ വീണ്ടും ഫോളോ ചെയ്യുന്നു.
നമ്മുടെ ജീവൻ എപ്പോൾ നഷ്ടപ്പെടുന്നുവെന്ന് നമുക്ക് പോലും പറയാൻ സാധിക്കും. സൂക്ഷിച്ചു നേരത്തെ പാമ്പുണ്ടോ? നീ പേടിച്ചു. ആ അച്ചു 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 സാഹസിക ഷോട്ട്. നമ്മുടെ ജീവിതം അവന്റെ തമാശ. നമ്മൾ എത്താനായിരിക്കുന്നു. ഇവിടെയാണ് കഥ നടക്കുന്നത്. ഇവിടെയാണ് നിധി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കൊടും വനം, ഗർഭോജി വനം. നാട്ടുകാരുടെ പേടി സ്വപ്നമായി വനത്തിലേക്ക് ഈ കൂട്ടുകാർ കടന്നു ചെല്ലുകയാണ്. ഈ ചങ്ങാതിക്കൂട്ടം അവിടെ നേടുവോ? അവരവിടെ നിധി തേടുവോ? നമുക്ക് കണ്ടുപിടിക്കാം. യു ഗോ. വെള്ളം കുടിക്കുന്നു. ദാഹം അന്നെനിക്ക് സൈറ്റ് ഉണ്ടായിരുന്നു. ഇതാ ഞാൻ പോയി. ഈ പ്രാവശ്യത്തെ വാങ്ങിയത് അങ്ങോട്ട് വന്നിട്ട് പറയാം. നമുക്കിപ്പം ആദ്യം ഇത് ഇനി നമ്മൾ കാശിലേക്ക് വളർത്തുകയാണ്. കാട്ടിലൂടെയാണ് യാത്ര. കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ പുഴ നടക്കാനുണ്ട്. ഉണ്ണി കണ്ണ അച്ചു
മുത്തശ്ശിക്കഥ പറഞ്ഞ ആ കൊടുങ്കാട്ടിലേക്ക് ഇതാ അവർ കവർ കടക്കുകയാണ്. ഇതേ ഈ പുഴ കടന്ന പിന്നെ അവർ ചുമ്മാ തോന്നുന്നു ഇവിടെ ഒന്നുമല്ല. എന്തോ ഒന്ന് വരുന്ന പോലെ ഓടിക്കോ. ഇവിടെ പണ്ട് അയാളെ കൊച്ചിലൊന്നും പറഞ്ഞിരുന്നുണ്ട്. അതിവിടെ അതിന്റെ ആത്മാവ് ഇവിടെ വർത്തിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഇത് കാട്ടാന കൊച്ചു മച്ച് കാട്ടാന ഈയിടയ്ക്ക് കാട്ടാൻ ഇവിടെ ഇറങ്ങിയായിരുന്നു. അത് മറച്ചിട്ടതാ. ഇതോടെ സൂക്ഷിച്ചു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ഇവിടെ നിന്ന് ചത്ത പിന്നെ ഇവിടെ ഇവിടെയാണ് ആ മുത്തശ്ശി പറഞ്ഞാൽ നിധിയുള്ളതെന്നാണ് കൂട്ടുകാർ വിശ്വസിച്ചിരിക്കുന്നത്. അവർ അവസാനം അവരുടെ സ്ഥലത്തെത്തിയിരിക്കുന്നു. നമുക്ക് ആ സ്ഥലം ഒന്ന് പഠിച്ചു നോക്കാം. കൂട്ടുകാരെ ഇതാ. ജൻകരളിൽ താമസിച്ച മപ്പ് തരാം രാസസി നമ്മളെ പറ്റിച്ചെന്ന് തോന്നുന്നു. നിധിയില്ല, എന്തോ ഇല്ല. അയാളെ കുഴിച്ചു മൂടി ഇവിടെ സൂക്ഷിക്കണം. നിധി നേടി വന്ന കൂട്ടുകാരുടെ കഥ ഇവിടെ തീരുന്നില്ല. ആ കഥ തുറന്നുകൊണ്ടേയിരിക്കും. അവർ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയൊരു കഥ നമ്മൾ ബാലമ്മയെ മാത്രം കണ്ടിട്ടുണ്ടാവും കൊച്ചു പുസ്തകങ്ങളിലും. ഇവരെ പോലുള്ള കളികളും കഥകളും പുറത്ത് രസിക്കുന്ന കൂട്ടുകാരെ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടാവുമോ? ഇല്ല. കൊച്ചു പുസ്തകങ്ങളിൽ അവധിക്കാലം ചെലവിടാൻ പറ്റുന്ന കൂട്ടുകാരുടെ കഥയാണിത്. പക്ഷെ അവിടെ നിധി നേടി വന്നത് അവർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി തന്നെയാണ്. തങ്ങൾക്ക് സൈക്കിൾ മേടിക്കണം, ഒരു അവധിക്കാലം ആഘോഷിക്കണം എന്നൊക്കെയാണ് അവരുടെ മോഹം.
ഈ അവധിക്കാലത്ത് ഇതുപോലുള്ള തമാശകൾ ഇനിയും ഇനിയും നമുക്ക് കാണാവുന്നതാണ്. ഇതേ ഇവിടെ നോക്കൂ, നമുക്ക് ഒന്നും കൂടെ ഇവിടെ പരിചയപ്പെടാം. ഇതേ ആ ചുവന്ന ബനിയിട്ടിരിക്കുന്നതാണ് തക്കു. പിന്നെ അതടിയിൽ നിൽക്കുന്ന അച്ചുവിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കണ്ണൻ. കണ്ണൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്ന കല്ലെഴുതുന്നതാണ് ഉണ്ണി. ഇവരാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായി ഇതുവരെ തുടങ്ങുന്നത്. ഇനിയും ഇവരുടെ കഥകൾ ഒരുപാട് വരും. നിധി തേടിയല്ല, ഇവരുടെ കളികൾ, ഇവരുടെ തമാശകൾ. നമ്മൾ ഇതാ ഇവിടെ കഥ അവസാനിപ്പിക്കുകയാണ്. കുട്ടികളെ ഉല്ലസിച്ചോ.